നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. നാലാം ഊഴത്തിന് വേണ്ടി പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി അരയും തലയും മുറുക്കി ഇരിക്കുകയാണ്. സുവേദു അധികാരിയുടെ ഗുണ്ടായിസ പ്രവർത്തനങ്ങളിലൂടെ ബി ജെ പിക്ക് എന്തെങ്കിലും നേടാം, ഒരു അപ്പർ ഹാൻഡ് നേടിയെടുക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറും വെള്ളത്തിൽ വരച്ച വരയായി മാറും എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നത്. സുവേദു അധികാരിയെ കൊണ്ട് ഇനി അത്തരത്തിൽ ഒരു രീതിയിലുള്ള ചതിപ്രയോഗങ്ങൾ നടത്താൻ കഴിയില്ല. കഴിഞ്ഞ തവണ തന്നെ നന്ദിഗ്രാമിൽ മത്സരിച്ചത് മമതയ്ക്ക് ഒരു വലിയ നേട്ടമായിരുന്നു. അവർ പരാജയപ്പെട്ടെങ്കിലും ബി ജെ പിക്ക് പ്രതീക്ഷിച്ചത്ര മുന്നേറ്റമുണ്ടാക്കാൻ കഴിയാത്തതിന് കാരണം അവർ ഒരു സേഫ് മണ്ഡലം വിട്ട് ഫൈറ്റിന് ഇറങ്ങിയതുകൊണ്ടാണ്. അതല്ലെങ്കിൽ അവർക്ക് ഭവാനിപൂരിൽ മാത്രം നിന്നാൽ മതിയായിരുന്നു. പക്ഷേ അവർ മുഖ്യമന്ത്രിയാകാൻ നന്ദിഗ്രാം തന്നെ തിരഞ്ഞെടുത്ത് മത്സരിക്കുകയായിരുന്നു. 2000-ഓളം വോട്ടുകൾക്ക് അവർ പരാജയപ്പെട്ടെങ്കിലും ആ മെസ്സേജ് വളരെ ക്ലിയറായി. മൊഹമ്മദ് അടക്കമുള്ള നേതാക്കൾ വലിയ പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ അംഗസംഖ്യ കുറയ്ക്കാൻ തൃണമൂലിനെ കൊണ്ട് കഴിഞ്ഞു. അസാമിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു. ബംഗാളിൽ ഭരണ തുടർച്ചയുണ്ടാക്കുന്നു. ഇത് രണ്ട് ബി ജെ പിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ബി ജെ പി ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്നത് അസാമിൽ തുടർഭരണവും ബംഗാളിൽ അട്ടിമറിയിലൂടെ സീറ്റുകൾ വർദ്ധിപ്പിച്ച് ഭരണത്തിലേക്ക് എത്താൻ മാത്രമുള്ള സീറ്റുകൾ എത്തിപ്പിടിക്കാൻ പറ്റുമോ? കാരണം അതിന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് രാജ്യസഭാ സീറ്റുകൾ അതിന് തുലനം ചെയ്യുമ്പോൾ കൂടുതൽ സീറ്റുകളിൽ ജയിച്ച് കയറാം, അങ്ങനെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാം എന്ന മോദിയുടെ സ്വപ്നമാണ്. ലോക്സഭയിലോ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ പോലും കേവല ഭൂരിപക്ഷം നേടിയെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല. ജനങ്ങൾ അതിന് സമ്മതിച്ചതുമില്ല. ജനങ്ങൾ അങ്ങനെ പുറന്തള്ളുകയാണ് ചെയ്തത്. ഇവിടെ നിയമസഭയിൽ ബംഗാളിലും അസാമിലും അധികാരം പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അത്രമേൽ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവുണ്ടാകും എന്നുള്ള രീതിയാണ്. നോക്കൂ, ഒഡീസയിലും ബീഹാറിലുമൊക്കെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചുകൊണ്ട് സംവിധാനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ജനാധിപത്യ പ്രക്രിയയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ബി ജെ പി വലിയ തോതിൽ ക്രോസ് വോട്ടിങ്ങിലൂടെ അവരുടെ എം പിമാരായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതായത് രാജ്യസഭാ എം പി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ കള്ളക്കളി ബംഗാളിലും അസാമിലും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കം അത് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അസാമിൽ 8ഓളം സഖ്യകക്ഷികൾ കോൺഗ്രസിനുണ്ട്, ചെറിയ കക്ഷികൾ. ബംഗാളിലാണെങ്കിൽ തൃണമൂലുമായി ഒരു പരസ്യ ഏറ്റുമുട്ടലില്ല, ഇടതുപക്ഷവുമായി സഹകരിക്കേണ്ട കാര്യവുമില്ല എന്ന ഉചിതമായ തീരുമാനം കോൺഗ്രസ് നേതൃത്വം എടുത്തത് വളരെയധികം ഫലവത്താകും എന്നും കണക്കാക്കപ്പെടുന്നുണ്ട്.